ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ ഒരു ഇൻട്രോ പറയുന്നതാണെങ്കിൽ, ഇന്നൊരു സാധാരണ നമ്മൾ പ്രൊഡക്റ്റീവ് ഡേ അങ്ങനെയൊക്കെയാണല്ലോ ഇടുക. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു സ്ലോ ആയിട്ടുള്ളൊരു ദിവസം കേട്ടോ. അതായത് കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ മൂവ് ആവാണ്ട് അങ്ങനെയുള്ള ദിവസങ്ങളും ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും പ്രൊഡക്റ്റീവ് ഒന്നും ഇരിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഈ ഒരു ദിവസവും നിങ്ങളുമായിട്ട് ഷെയർ ആക്കാമെന്ന്. അപ്പോൾ എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മൈലാഞ്ചിയിലിട്ടിനു കേട്ടോ. അതൊരു ട്യൂബ് കണ്ടുതരാം, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇതിപ്പോൾ തിരക്ക് പിടിച്ച് എഴുതുന്നത് എന്താണെന്ന് വിചാരിക്കേണ്ട. ഞാൻ അധികവും ഇതുപോലെ ഒരു ടു ഡു ലിസ്റ്റ് അങ്ങനെ ഒരു പ്ലാനർ ഇങ്ങനെ റെഡിയാക്കലുണ്ട്. എനിക്കിഷ്ടം അങ്ങനെ പ്ലാൻ ചെയ്യാൻ. പക്ഷെ പ്ലാൻ ചെയ്ത പോലെ നടക്കലൊന്നുമില്ല, അത് വേറെ കാര്യം. എന്നാലും ഓരോ കാര്യങ്ങളിങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് കുറേ ബുക്സ് ഉണ്ട്. കിച്ചണിലൊരു ബുക്കും പെന്നുണ്ടാവും, അല്ലെങ്കിൽ ഹോളിലുണ്ടാവും. എൻ്റെ കുട്ടികൾ തന്നെ പറയും ഉമ്മാൻ്റെ ബുക്ക് കൊണ്ട് ഇപ്പം എല്ലായിടത്തും ഉമ്മാൻ്റെ ബുക്കാണല്ലോ എന്നുള്ളത്. പക്ഷെ എനിക്കിഷ്ടം അങ്ങനെ ഒരു ജേണൽ പോലെ, ജേണൽ എന്നല്ല, അങ്ങനെ കുറച്ചിങ്ങനെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പം അങ്ങനെ ഇന്നിപ്പോൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ട്. എന്നാൽ കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടക്കുന്നുമില്ല. ഒരു മടി എന്ന് പറയുമ്പം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ, അല്ലാണ്ട് മടിച്ചൊന്നും ചെയ്യാണ്ട് നിൽക്കുന്നുമല്ല. അപ്പം അങ്ങനെ കുട്ടികളെ സ്കൂളിൽ വിട്ട് ആ ഒരു തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കുറേ നേരം ഫോണും നോക്കി ടി വിയും നോക്കി. ഫോണിലൊന്നും ഒന്നുമില്ല, വെറുതെ സ്ക്രോൾ ചെയ്ത് അങ്ങനെ കുറച്ച് നേരം അങ്ങ് പോയി. കിച്ചണെല്ലാം ഫുൾ മെസ്സി ആയിട്ടുണ്ട്. 2 കൗണ്ടർ ടോപ്പിലും നിറയെ രാവിലത്തെ ആ തിരക്കിൽ നമ്മൾ കുറേ പാത്രങ്ങൾ എടുക്കുക, അങ്ങനെ ഒന്നും കറക്റ്റായിട്ട് വെക്കാണ്ടും പാത്രമൊന്നും കഴുകി വെച്ചിട്ടില്ല, അങ്ങനെ ഉണ്ട് കേട്ടോ. അത് കാണുമ്പം തന്നെ കിച്ചണിലേക്ക് ഇറങ്ങാനും തോന്നുന്നില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനും എല്ലാം ഉണ്ട്. പിന്നെ ഫാത്തിമ ഉണ്ട് ഇപ്പം എൻ്റെ കൂടെ. ഉച്ചവരെ ഓളും ഞാനുമാണ് ഇവിടുത്തെ എന്താ പറയുക ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ചില ദിവസം ഞാൻ രാവിലെ എനിക്ക് നല്ല ഉറക്കം വന്നാൽ കിടന്നുറങ്ങും. ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ മൈഗ്രെയിൻ ഉള്ളവർക്ക് അറിയാലോ, റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വൈകുന്നേരം മുതൽ പിന്നെ തലവേദനയിരിക്കും. അതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ രാവിലെ കിടക്കും, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നാൽ മതി, എന്നാൽ ഒരു സമാധാനമായിരിക്കും. ഓളിപ്പം എണീച്ച് വന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് പരിപാടികളും. അപ്പോൾ രാവിലെ റൈസ്കാക്ക് ഞാൻ പുട്ടേനും ആക്കി കൊടുത്തിന്. ആ സമയത്ത് തന്നെ ഞാൻ എനിക്കുള്ള പുട്ടും കൂടെ റെഡിയാക്കി വെച്ചിന്. പിന്നെ കുട്ടിയൊക്കെ ഞാൻ ദോശയാട്ടോ കൊടുത്തു വിട്ടിന്. അപ്പം ഫാത്തിമാക്കുള്ള ദോശയും ഞാൻ റെഡിയാക്കി വെച്ചിനേനു. അപ്പോൾ പുട്ടിനേക്കാളും കുറച്ചും കൂടെ അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ദോശ. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടയും കൂടെ എടുക്കുന്നുണ്ട്. എനിക്കിഷ്ടം ഓംലെറ്റ്. ബോയിൽ ചെയ്ത മുട്ടേനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഓംലെറ്റ് ആയിട്ട് കഴിക്കാനാണ്. അങ്ങനെ ഓംലെറ്റും പിന്നെ കടലക്കറിയുള്ളത്, വെള്ളക്കടലുണ്ട്. അപ്പോൾ അതും പുട്ടുമാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിപ്പോൾ ഞാൻ കഴിക്കുന്ന ഏകദേശം ഒരു 10 മണി 10:30 കേട്ടോ. കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ. ചെറിയൊരു ഡയറ്റിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ലേറ്റായിട്ടാണ് കഴിക്കൽ. ഡയറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇൻഷാ അല്ലാ ഞാൻ വേറെ ഏതെങ്കിലും വ്ളോഗിൽ കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെ എഫക്റ്റ് ആകുന്നുണ്ടോ ഇല്ലയോ എന്നെല്ലാം നോക്കിയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താൽ മതിയല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഫോണെല്ലാം നോക്കിയെന്ന്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 11 മണി ആവാൻ പോകുന്നു കേട്ടോ. അപ്പം ചിലപ്പോൾ ഞാൻ ഈ ഒരു ടൈമിലാണ് കിടന്നുറങ്ങുക. എപ്പോൾ ഞാൻ വിചാരിക്കും രാവിലെ മക്കളെല്ലാം പോയി കഴിഞ്ഞാൽ കിടന്നുറങ്ങിയാൽ ആ ഒരു ടൈം അങ്ങ് ശരിയാവുമല്ലോ. അപ്പം അന്നേരം ഈ പറഞ്ഞ പോലെ ഫോണെല്ലാം നോക്കിയിരുന്ന് അങ്ങ് ലേറ്റാവും. ചിലപ്പോൾ നാട്ടിൽ വിളിക്കും, അങ്ങനെയല്ല. ഇന്നിപ്പം കിടക്കാൻ പോയി, പക്ഷെ ഉറക്കം വരുന്നില്ല.
നാട്ടിലേക്കെല്ലാം ഒന്ന് കോൾ ചെയ്ത് അങ്ങനെയെല്ലാം കുറച്ച് നേരം നിന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ റൂമെല്ലാം ഒന്ന് റെഡിയാക്കാനെല്ലാം ഉണ്ടായിരുന്നു. ഇത് പിന്നെ നമ്മൾ നാട്ടിൽ പോകാനുള്ള പ്ലാൻ ഉണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാ പെട്ടിയും ട്രോളികളിൽ ഇങ്ങനെ എന്താ പറയുക മെല്ലെ പൊടിയെല്ലാം മുട്ടി എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് തുണി ആറിയിടാണ്ടിനു, അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഫാത്തിമ ഹോളെല്ലാം ക്ലീനാക്കി അടിച്ച് വാരി അതും സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓളുള്ളതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓള് ചെയ്യും. ഇനി എനിക്ക് കിച്ചണിലാണ് കുറച്ച് പണിയുള്ളത്. പിന്നെ ഇതാ കുറേ തുണി മടക്കി വെക്കാനുണ്ട്, അപ്പം അത് രണ്ടും ചെയ്യട്ടെ. ചില ദിവസമെല്ലാം ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ തന്നെ ഇരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ദിവസവും ഒരാൾ പ്രൊഡക്റ്റീവായിട്ടൊന്നും ഉണ്ടാവില്ല. അതിപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെയൊന്നുമല്ല കേട്ടോ. ചില ദിവസം ഇന്നത്തെ പോലെ വിചാരിച്ച പോലെ കാര്യങ്ങൾ മൂവ് ആവാത്ത ദിവസം ഉണ്ടാവും, പിന്നെ മടിയുള്ള ദിവസം ഉണ്ടാവും, ഒരു എന്താ പറയുക അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളുണ്ടാവുമല്ലോ. ഇന്നത്തെ ദിവസം പറയുന്നതാണെങ്കിൽ ഇതുപോലത്തെ ദിവസങ്ങളിൽ ഞാനത് കുട്ടികൾ വരുമ്പോഴേക്കും ചിലപ്പം ഫുഡ് ഉണ്ടാക്കുന്നുണ്ടാവുക. സമയം എന്നാൽ വേഗം തീരുകയും ചെയ്യും. ഇപ്പോൾ ആണെങ്കിൽ കുട്ടികൾക്ക് സ്കൂള് ഒരു 12:45 നേരത്തെ തീരുന്നുണ്ട്. അപ്പോൾ 1 മണി 1:15 അവരെത്തും. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളും ഉണ്ടാവും. എന്നോട് ഇതിന് മുന്നേ ഒരു കമൻറ്റിൽ കണ്ടേട്ടാ, നിങ്ങൾ പകൽ ഉറങ്ങുമോ, അവർ ഉറങ്ങിപ്പോയിട്ട് എണീക്കുമ്പോഴത്തേക്ക് ലേറ്റ് ആവും എന്നൊക്കെയുള്ള. എനിക്കും അങ്ങനെ സംഭവിക്കലുണ്ട്. ഞാനും ലേറ്റായിട്ട് എണീക്കലുണ്ട്. ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്ക് തെളിയുന്നില്ല. അങ്ങനത്തെ ദിവസങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കമൻറ്റിൽ ടൈപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. തുണി ആറിയിടൽ ഫാത്തിമയും മടക്കി വെക്കൽ ആയിഷയാണ്. അപ്പോൾ ഇപ്പോൾ ആയിഷയ്ക്ക് +2 ആയതുകൊണ്ട് അത്യാവശ്യം നല്ലോണം പഠിക്കാനും കാര്യങ്ങളെല്ലാം ഉണ്ട്, എക്സാമൊക്കെ അല്ലേ. അപ്പം അതിങ്ങനെ കുന്നുകൂടി വന്നിനു. പിന്നെ ഇത് കുറച്ച് നേരം ഇരുന്നാൽ നമ്മൾ ഫോണെല്ലാം നോക്കുന്ന ടൈം ഇരുന്നാൽ മതി. എന്നാലും പിന്നത്തേക്ക് മാറ്റി വെച്ച് കുറേ ആയതാട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഇതങ്ങ് ചെയ്യാമെന്ന്. മടിയെല്ലാം ഉണ്ട്, മടിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. എന്തായാലും ഉറങ്ങാൻ പോയിട്ട് ഉറക്കമൊന്നും നടന്നിട്ടില്ല. പിന്നെ കുറച്ച് തുണിയെല്ലാം മടക്കി വെച്ച് പിന്നെ ഞാൻ വിചാരിച്ചു ഇനി കിച്ചണിലേക്ക് ഇറങ്ങാമെന്ന്. സമയം 11:30 എല്ലാം ആയി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 2 കൗണ്ടർ ടോപ്പും നിറയെ സാധനങ്ങളുണ്ട് നിരത്തി വെച്ചിന്. ഇനി അതെല്ലാം ഒന്ന് അടുക്കി പെറുക്കി കുറേ പാത്രങ്ങളുണ്ട് കഴുകാൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുക്കിങ്ങിൻ്റെ പരിപാടികൾക്ക് നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ കുറേ ഒരു സൈഡിൽ പാത്രം കൂട്ടിയിട്ടിട്ടുണ്ടാവും. ഇപ്പോഴത്തെ കട്ടിങ് എല്ലാം ആയിട്ട് എന്താ പറയുക എന്തോ ഒരു പോലെ ഉണ്ടാവും കിച്ചൺ മൊത്തത്തിൽ. അപ്പോൾ ആദ്യം കിച്ചണൊന്ന് ക്ലീൻ ആക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വെച്ചിനേനു കേട്ടോ. അത് ഏകദേശം ആയിട്ടുണ്ട്. പെട്ടെന്ന് വേവുന്ന അരിയാണ്. പിന്നെ ഇതാ വെണ്ടക്ക ഞാൻ കഴുകി ഫാത്തിമാൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട്, അവൾ കട്ട് ചെയ്ത് തരും. പിന്നെ ഇന്ന് കുറച്ച് കൈപ്പക്ക ഉപ്പേരിയാക്കണം. കൈപ്പക്ക കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ല, എനിക്ക് റൈസ്ക്കാക്കും നല്ല ഇഷ്ടമാണ്. പിന്നെ ഫിഷ് കറിയും ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ഇങ്ങനെ എന്താ പറയുക ലേസി ആയിട്ടുള്ള ദിവസം അല്ലെങ്കിൽ മടിയുള്ള ദിവസമെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി പീസി ആയിട്ടുള്ള ഒരു ഫിഷ് കറി. ഫിഷ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമായി. ഞാൻ സാധാരണ പോലെ ഇതിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, കറിവേപ്പില അതെല്ലാം ഇട്ട് കൊടുത്ത്
ഇതിലിപ്പോൾ ഞാൻ ഉള്ളി ഇട്ടിട്ടില്ല, പിന്നെ തക്കാളി പിന്നെ ബാക്കി പൊടികൾ എല്ലാം ഇട്ട് കൊടുത്ത് തേങ്ങ അരച്ചൊഴിച്ചിട്ട് ഉള്ള ഒരു തേങ്ങ അരച്ച മീൻ കറി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും മക്കൾ വരികയെന്ന്. അതുപോലെ തന്നെ ഇന്നും ഇതിപ്പോൾ എൻ്റെ കറിയെല്ലാം റെഡിയാകുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും അവർ വന്നതിന് പിന്നെ വന്നു കഴിഞ്ഞാൽ അറിയാലോ ഒരു ബഹളമായിരിക്കും. അവർ വന്ന് അവരെ പിന്നെ ഫ്രഷ് ആവലും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുക്കിങ്ങും. ചില ദിവസം ഒരു 9:30-10 മണിയാകുമ്പോഴത്തേക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയിട്ടിരിക്കും കേട്ടോ. ചില ദിവസം ഇതുപോലെ തന്നെ ഇരിക്കും. ഇനി പാഹിലിൻ്റെ വക കുളിക്കണോ വേണ്ടിയോ എന്നുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ലാസ്റ്റ് എന്തായാലും വന്നു കഴിഞ്ഞാൽ കുളിക്കും, പക്ഷെ കുറച്ച് നേരം ഇങ്ങനത്തെ ഒരു കളി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കറി റെഡിയായി. കറിയെല്ലാം പെട്ടെന്നാവും, ഒരു ഈസി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. പിന്നെ ഇതാ വെണ്ടക്ക ഉപ്പേരി. അതിന് ജസ്റ്റ് വെണ്ടക്ക മെഴുക്ക് വരട്ടി എന്ന് പറയാം. ഞാൻ തേങ്ങയൊന്നും ആഡ് ചെയ്യില്ല കേട്ടോ. കൈപ്പക്ക ഉപ്പേരിയെല്ലാം അതിൻ്റെ ഇടയിൽ ഞാൻ കട്ട് ചെയ്തിട്ടൊന്നും ഇല്ലേനു, കട്ട് ചെയ്ത് റെഡിയാക്കുക ചെയ്താൽ. ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല തിരക്കിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ ലഞ്ച് കേട്ടോ. ഉണക്ക് പൊരിച്ചതുണ്ടേനു ഇന്നലത്തെ ബാക്കിയുള്ളത്, അപ്പോൾ അതും ഒന്ന് ഞാൻ എടുത്തിന്. അപ്പോൾ ഇതാണ് നമ്മളെ സിമ്പിളായിട്ടുള്ള ലഞ്ച്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇതാ കുറച്ച് നേരം ഒന്ന് ഉറങ്ങും. ഞാനും പകലിന്ന് രാവിലെ ഉറങ്ങിയിട്ടില്ലല്ലോ, ഞാനും ഒന്ന് കിടക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ മോന് പിന്നെ അലാമെല്ലാം വെച്ചിട്ടാണ് കിടന്നിട്ടുള്ളത് കേട്ടോ. അത് ഈ വാച്ചെല്ലാം കെട്ടിയിട്ട് കിടന്നിന്. പക്ഷെ അലാം അവിടെ നിന്ന് അടിക്കും, മോന് പിന്നെ ലേറ്റായിട്ട് എണീക്കുകയുള്ളൂ. ഇന്നിപ്പം ഈവനിങ്ങിൽ റൈസ്കാക്ക് വെല്ലം ഇട്ടിട്ടുള്ള കാപ്പി ഉണ്ടല്ലോ, അത് മതിയെന്ന് പറഞ്ഞ് റൈസ്കിയും ഫാത്തിമയും അത് കുടിക്കും. ഞാൻ ഗ്രീൻ ടീ ഉണ്ടാക്കിന്. റൈസ്കാൻ്റെ ഓഫീസിലുള്ള ഒരാൾ കൊണ്ട് കൊടുത്തു കേട്ടോ. ഇതുപോലെ ഗ്രീൻ ടീ ഉണ്ടാവുക, ഒരു ചെറിയ ഇങ്ങനെ ബോൾസ് പോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് അതിങ്ങനെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ചൂടിൽ കുറച്ച് കഴിയുമ്പം അത് ലീഫായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഇതിപ്പം മഗ്‌രിബെല്ലാം കഴിഞ്ഞിന് കേട്ടോ. അപ്പം അങ്ങനെ കുട്ടികൾ എണീച്ച് അവരെ ചായ കുടിയും സംഭവം. അവർക്ക് ചായ കുടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചായ ആയിട്ടൊന്നും വേണ്ട. പിന്നെ ഞാൻ മിനി പിസ്സ ആക്കി കൊടുത്തിനേനു. അങ്ങനെ അവരത് കഴിച്ചിട്ട് പഠിക്കാനിരിക്കുന്നുണ്ട്. കുട്ടിക്ക് എക്സാം അല്ലേ, അപ്പോൾ അതിൻ്റെ ചെറിയ പ്രിപ്പറേഷൻ. നമുക്കിപ്പോൾ ഞാൻ ജാത്തർ ബ്രെഡാണ് എടുത്തിന്. ഇന്നലെ ഉണ്ടാക്കിയതിനു. ഇപ്പോൾ പകുതി ഇന്നലെ കഴിച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2-3 പീസ് എടുക്കാമെന്ന് വിചാരിച്ച്. ഇത് ഈസി ഉണ്ടാക്കാൻ.
ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും. സാത്തർ നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ ആ ഒരു പൊടിയായിട്ട്. അപ്പം അതിൽ കുറച്ച് ഒലിവ് ഓയിലൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഈ ബ്രെഡ് എന്ന് പറയുന്നത് നമ്മളെ പിസ്സേൻ്റെ ആ ഒരു ബേസില്ലേ അത് തന്നെയാണ്. അപ്പം അങ്ങനെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. ഒരു 15 മിനിറ്റെല്ലാം ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. സാത്തർ എന്ന് പറയുമ്പോൾ ഇതിൽ വൈറ്റ് സെസമി സീഡ്സ് ഉണ്ട്, പിന്നെ നമ്മളെ വെള്ള എള്ളില്ലേ അത്, പിന്നെ ഒറിഗാനോ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവണമെന്നില്ല. എനിക്കിഷ്ടമാണ്. ഞാനും റൈസ്ക്രീം കഴിക്കും, കുട്ടികൾക്ക് തീരെ ഇഷ്ടമല്ല. ഇനിയിപ്പം നമ്മൾ ചായ കുടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അങ്ങനെ കാര്യമായിട്ട് വലിയ റെസിപ്പീസോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള വ്ളോഗ്സും ഇടണമല്ലോ അല്ലേ, എപ്പോഴും പ്രൊഡക്റ്റീവായിട്ടുള്ള ഭയങ്കര ഉഷാറുള്ള വ്ളോഗ് ഇട്ടാൽ പോരല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങളും കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് അങ്ങനെ പോസ്റ്റ് ചെയ്താൽ. എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിലും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസായിട്ട് വരാം. ടേക്ക് കെയർ, ബൈ.